നമുക്ക് കുറേ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പെരപണിതേൻ്റെയൊക്കെ നമുക്ക് സർക്കാരിൽ നിന്ന് 4 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ. അതൊക്കെ ഞാൻ ഈ അച്ചാറിൻ്റെ പരിപാടി ഈ സമയം കണ്ടെത്തി ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ ലോണുകളെല്ലാം അടച്ചു പോകുന്നത്. പിള്ളേരെ പഠിപ്പിക്കുന്നതും എല്ലാം ഞാൻ ഇതുകൊണ്ടാണ് നടത്തി പോകുന്നത്. 2018 10:30 മണി ആയി കഴിഞ്ഞപ്പോഴത്തേനും ഓഗസ്റ്റ് 8-ാം തീയതി ആ 3 സിമിത്തേരി 3 തൊട്ടിയെല്ലാം കൂടെ ഒഴുകി വന്ന് എൻ്റെ പെരയിലേക്ക് പോന്നു. ഒരൊച്ച കേട്ടു. അന്നേരത്തേനും തന്നെ ഈ ഭിത്തിയെല്ലാം കൂടെ എൻ്റെ നെറുകക്കെട്ട് വന്ന് അടിച്ച്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധമില്ലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടിടത്തു നിന്നാണ് മലയോര മേഖലയിൽ നിന്നുള്ള ഈ വീട്ടമ്മ തുടങ്ങിയത്. സ്വന്തമായുള്ള സ്ഥലത്തും പാട്ടത്തിനടുത്തും കൃഷിയിറക്കി. കാർഷിക വിളകൾ നേരിട്ട് വിപണിയിൽ എത്തിക്കുന്നതിന് പകരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ് കൂടുതൽ ലാഭകരമെന്ന തിരിച്ചറിവ് മേഴ്സിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്വന്തം പേരിൽ തന്നെ ഒരു ബ്രാൻഡ് തുടങ്ങുന്നത്. പാട്ടത്തിന് എടുത്തേക്കുന്നിടത്ത് നമ്മൾ മെയിനായിട്ട് ഏലമാണ്. അതിൻ്റെ പിഞ്ച് ഏലക്കായ എടുത്ത് നമ്മൾ അച്ചാറായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. കപ്പയുടെ ഇടവേളയായിട്ട് കുക്കുംബറുണ്ട്, ക്യാരറ്റുണ്ട്, വെള്ളരിയുണ്ട്, തക്കാളി, വഴുതന, പിന്നെ പാത്താഞ്ചീര, ക്യാരറ്റൊക്കെ നമ്മളിത് തന്നെ അച്ചാറിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ വൈനുണ്ട്, ജാതിക്കാത്തുണ്ട്, ഒക്കെ പള്ളക്കളം സാധനമല്ലേ, അത് വെച്ചാണ് നമ്മൾ ക്യാൻഡി മുട്ടായി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ജാമുണ്ട്, പിന്നെ അതിൻ്റെ അച്ചാറുണ്ട്, പിന്നെ വാഴപ്പഴം കൊണ്ട് അച്ചാറുണ്ടാക്കുന്നുണ്ട്, പിന്നെ റോസപ്പൂവിൻ്റെ വരെ അച്ചാറുണ്ട്. കുടുംബശ്രീയാണ് ഇതിന് മേഴ്സിയെ പ്രാപ്തയാക്കിയത്. ഭക്ഷ്യോൽപ്പന്ന യൂണിറ്റ് ആരംഭിക്കാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശീലനം കുടുംബശ്രീ നൽകി. 50,000 രൂപ വായ്പയും അനുവദിച്ചു. നമുക്ക് കുറേ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പെരപണിതേൻ്റെയൊക്കെ നമുക്ക് സർക്കാരിൽ നിന്ന് 4 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ. അതൊക്കെ ഞാൻ ഈ അച്ചാറിൻ്റെ പരിപാടി ഈ സമയം കണ്ടെത്തി ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ ലോണുകളെല്ലാം അടച്ചു പോകുന്നത്. പിള്ളേരെ പഠിപ്പിക്കുന്നതും എല്ലാം ഞാൻ ഇതുകൊണ്ടാണ് നടത്തി പോകുന്നത്. ഓൺലൈനിലൂടെയാണ് മേഴ്സി ആവശ്യക്കാരിലേക്ക് എത്തുന്നത്. വിദേശത്തു നിന്ന് പോലും ആവശ്യക്കാർ മേഴ്സി ഫുഡ്സിനെ തേടിയെത്തുന്നു. ഇന്ന് പ്രതിവർഷം 1,50,000 രൂപയാണ് മേഴ്സിയുടെ വരുമാനം. കുടുംബശ്രീയുടെ മികച്ച സംരംഭക അവാർഡിനായി മാതൃഭൂമി ന്യൂസ് സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ മേഴ്സിയും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഇവർ ആഗ്രഹിക്കുന്നു.